ഹേ ഗായ്സ്, അപ്പൊ നമ്മ ഇന്നൊരു ആമസോൺ കുർത്തയുടെ റിവ്യൂ ആണ്. സോ ഈ പിക്ചറിൽ കാണുന്ന കുർത്ത സെറ്റാണ് ഞാൻ ഇന്ന് ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ഉണ്ട്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ ഗ്രീൻ വിത്ത് ഒരു നെക്ക് ഡിസൈൻ. ഭയങ്കര അടിപൊളിയാണ് ഇതിന്റെ നെക്ക് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ പലാസോ ഇതാണ് ഗായ്സ്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടിഷ്യൂ സിൽക്ക് ആണ് എന്ന് തോന്നുന്നു എന്റെ അറിവില്. അപ്പൊ ഇതാണ് അതിന്റെ പലാസോ എന്ന് പറയുന്ന ക്ലോത്ത്. പിന്നെ ദുപ്പട്ട വരുന്നത് നല്ല അടിപൊളി വർക്കാണ് ഗായ്സ്. ഇത് മാത്രം ഇട്ടാൽ തന്നെ ഭയങ്കര രസമാണ്. അപ്പൊ എനിക്ക് ദുപ്പട്ട ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുർത്ത, അതില് നെക്ക് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളതാണ്. പിന്നെ സൈഡ് സ്ലിറ്റ് ഒന്നുമില്ല, അനാർക്കലി എന്ന് പറയുമ്പോൾ അറിയാലോ, അപ്പൊ അതേപോലെ. അപ്പൊ ഞാനിത് ഓർഡർ ചെയ്തത് മീഡിയം സൈസ് ആണ്. ഇതിൽ എനിക്ക് ചെറിയൊരു ഓൾട്രേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തായിരുന്നു. പിന്നെ ഇതിന്റെ ചുളിവ് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മൾക്ക് അയൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സെറ്റ് ആവും. അത് അങ്ങനത്തെ ഒരു സിൽക്ക് ടിഷ്യൂ മെറ്റീരിയൽ ആയതുകൊണ്ടാണ്. ഇതിന്റെ നെക്ക് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗായ്സ്, നമുക്ക് നെക്ക് ചെയിൻ ആയിട്ട് ഒന്നും വേണ്ട, അത്യാവശ്യം നല്ലൊരു ഇയറിംഗ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് സെറ്റ് ആണ് ഗായ്സ്. അപ്പൊ ഞാൻ ഇത് വേറെ ഇത് കാണിക്കാം. ഈ കളർ ആക്ച്വലി എനിക്ക് അറിയില്ലായിരുന്നു ഇത്ര നല്ല അടിപൊളിയായിരിക്കുന്നു. പക്ഷെ എൻ്റെ ഒരു ഇതിലാണെങ്കിൽ എല്ലാ സ്കിൻ ടോൺസിനും അടിപൊളിയായിരിക്കും ഈ ഒരു കളർ ഷെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന്റെ വർക്ക് ആണെങ്കിലും അത്യാവശ്യം നല്ല ഹെവിയാണ്. പിന്നെ ഇതിന്റെ പലാസോ ഞാൻ ഷേപ്പ് ചെയ്തിട്ടൊന്നുമില്ല, അതേപോലെ തന്നെ പലാസോ വെച്ചു. ഇതിന്റെ വർക്കാണ് എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടത്. അതിന്റെ ദുപ്പട്ട ആൻഡ് നെക്ക് വർക്ക്, അതാണ് മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത്. നിങ്ങളെ ഇഷ്ടമുള്ള രീതിക്ക് എങ്ങനെ വേണമെങ്കിലും ആ ദുപ്പട്ട സ്റ്റൈൽ ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഗൈസ് ഈ ഒരു ഡ്രസ്സ് വെയർ ചെയ്യാൻ. അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.